നമ്മുടെ ചുറ്റുമുള്ള ഓരോ ജീവിക്കും അതിൻ്റേതായ ഭക്ഷണമുണ്ട്. ഓരോ ജീവിയും പ്രകൃതിയിലെ അത്ഭുതകരമായ ഒരു കണ്ണിയാണ്. ഇന്ന് ഒരു മനോഹരമായ പക്ഷിയെ നമുക്ക് പരിചയപ്പെടാം. ഇത് പൊന്മാനാണ്. പൊന്മാൻ്റെ പ്രധാന ഭക്ഷണം മീനുകളാണ്. മീനുകളെ തേടിയുള്ള യാത്രയാണ് പൊന്മാൻ്റെ ജീവിതം. അതുകൊണ്ട് തന്നെ നദികളുടെയും കുളങ്ങളുടെയും ശാന്തമായ തീരങ്ങളിലാണ് ഈ മനോഹര പക്ഷിയെ നമുക്ക് കൂടുതലായി കാണാൻ കഴിയുന്നത്. നദിക്കരയിലെയും കുളക്കരയിലെയും മൺഭിത്തികളിൽ ചെറിയൊരു മാളം തുരന്ന് അവിടെയാണ് പൊന്മാൻ തൻ്റെ മുട്ടകളിടുന്നത്. പൊന്മാനിൽ നിന്ന് നമുക്കൊരു പുതിയ യാത്ര ആരംഭിക്കാം. പ്രകൃതിയിലെ ജീവികൾ തമ്മിലുള്ള ഭക്ഷണബന്ധം എങ്ങനെയാണെന്ന് ഇനി കണ്ടുപിടിക്കാം. ഓരോ ജീവിക്കും ജീവിക്കാൻ ഭക്ഷണം വേണം. ചെറിയ മീനുകൾ ജലസസ്യങ്ങളെയാണ് ഭക്ഷിക്കുന്നത്. ചെറിയ മീനുകളെ ആമകൾ ഭക്ഷണമാക്കുന്നു. ഒരു ജീവിയിൽ നിന്ന് മറ്റൊരു ജീവിയിലേക്ക് ഭക്ഷണം കൈമാറുന്ന ഈ ബന്ധത്തെയാണ് ഭക്ഷ്യശൃംഖല അഥവാ ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. ചില ജീവികൾ സസ്യങ്ങളെ മാത്രമാണ് ഭക്ഷിക്കുന്നത്. മുയലും മാനും സസ്യങ്ങളെ ഭക്ഷിച്ചാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് അവയെ സസ്യഭുക്കുകൾ എന്ന് വിളിക്കുന്നത്. എന്നാൽ ഇവയെ ഭക്ഷണമാക്കുന്ന മറ്റു ജീവികളും പ്രകൃതിയിലുണ്ട്. മാംസം മാത്രം ഭക്ഷിക്കുന്ന ഇത്തരം ജീവികളെയാണ് മാംസഭുക്കുകൾ എന്ന് പറയുന്നത്. സസ്യങ്ങളെയും മാംസത്തെയും ഭക്ഷിക്കുന്ന ജീവികളെ മിശ്രഭുക്കുകൾ ഒണോവിയേഴ്സ് എന്ന് പറയുന്നു. കരടി, മനുഷ്യൻ തുടങ്ങിയവ മിശ്രഭുക്കുകൾക്ക് ഉദാഹരണങ്ങളാണ്. ഇതുവരെ നമ്മൾ കരയിലെ ആഹാര ശൃംഖലയെക്കുറിച്ചാണ് കണ്ടത്. എന്നാൽ കരയിൽ മാത്രമല്ല, കടലിലും ഇതുപോലെ അത്ഭുതകരമായ ഒരു ആഹാര ശൃംഖലയുണ്ട്. വിശാലമായ നീലക്കടലിനടിയിൽ ഒരു അത്ഭുത ലോകമുണ്ട്. അവിടെ നമ്മുടെ കണ്ണുകൾക്ക് പോലും കാണാൻ പ്രയാസമുള്ള ലക്ഷക്കണക്കിന് കുഞ്ഞൻ ജീവികൾ വെള്ളത്തിനൊപ്പം പതുക്കെ ഒഴുകി നടക്കുന്നു. ഇവയാണ് പ്ലവകങ്ങൾ അഥവാ പ്ലാങ്ക്ടൺ. സൂര്യപ്രകാശത്തിലെ സഹായത്തോടെ സ്വന്തം ഭക്ഷണം സ്വയം നിർമ്മിക്കുന്ന സമുദ്രത്തിലെ കുഞ്ഞൻ സസ്യങ്ങളാണിവ. അതുകൊണ്ട് തന്നെ സമുദ്ര ആവാസ വ്യവസ്ഥയിലെ ഉൽപ്പാദകരാണിവ. കടലിലെ അനേകം ജീവികളുടെ ജീവിതം ആരംഭിക്കുന്നത് ഈ കുഞ്ഞൻ പ്ലവകങ്ങളിൽ നിന്നാണ്. ഒരു കുഞ്ഞു മത്സ്യം മുതൽ കടലിലെ ഏറ്റവും വലിയ വേട്ടക്കാരൻ വരെ എല്ലാവരുടെയും ജീവിതവുമായി ഇവയ്ക്ക് അഭേദ്യമായ ബന്ധമുണ്ട്. ഒരു ജീവി സ്വാഭാവികമായി ജീവിക്കുകയും വളരുകയും ഭക്ഷണം കണ്ടെത്തുകയും സന്താനോൽപാദനം നടത്തുകയും ചെയ്യുന്ന സ്ഥലത്തെയാണ് ആവാസ വ്യവസ്ഥ അഥവാ ഹാബിറ്ററ്റ് എന്ന് പറയുന്നത്. കടൽ ഒരു ആവാസ വ്യവസ്ഥയാണ്. മരുഭൂമി ഒരു പ്രത്യേക ആവാസ വ്യവസ്ഥയാണ്. ഇവിടെ കഠിനമായ ചൂടും വെള്ളക്കുറവും ഉണ്ടായിട്ടും ചില ജീവികൾ വളരെ എളുപ്പത്തിൽ ജീവിക്കുന്നു. ഇനി നമുക്ക് ലോകത്തിൻ്റെ ഏറ്റവും തണുപ്പേറിയ സ്ഥലങ്ങളിലൊന്നായ ധ്രുവപ്രദേശത്തേക്ക് പോകാം. മഞ്ഞ് മൂടിക്കിടക്കുന്ന ഈ പ്രദേശമാണ് പെൻഗ്വിനുകളുടെ പ്രധാന ആവാസ വ്യവസ്ഥ. പച്ചപ്പാർന്ന നെൽപ്പാടം ഒരു മനോഹരമായ ആവാസ വ്യവസ്ഥയാണ്. വെള്ളം നിറഞ്ഞ ചാലുകളും പച്ചനിറമുള്ള നെൽച്ചെടികളും നിറഞ്ഞ ഈ സ്ഥലത്ത് തവളകളും പുൽച്ചാടികളും കുഞ്ഞുമീനുകളും നീർക്കോലികളും കൊക്കുകളും പൊന്മാനുകളും മറ്റു പല ജീവികളും സന്തോഷത്തോടെ ജീവിക്കുന്നു. ഓരോ ജീവിക്കും ഇവിടെ ഭക്ഷണവും അഭയവും ലഭിക്കുന്നു. ഈ ജീവികൾക്ക് വളരാനും ജീവിക്കാനും വായു, വെള്ളം, മണ്ണ്, സൂര്യപ്രകാശം എന്നിവ ആവശ്യമാണ്. നമ്മുടെ ചുറ്റുമുള്ള എല്ലാ വസ്തുക്കളെയും പൊതുവായി 2 വിഭാഗങ്ങളായി തരംതിരിക്കാം. ജീവനുള്ളവ ലിവിങ് തിങ്സ് എന്നും ജീവനില്ലാത്തവ നോൺ ലിവിങ് തിങ്സ് എന്നും. പ്രകൃതിയിലെ ഓരോ ജീവിയും മറ്റൊരു ജീവിയുമായി ഭക്ഷണത്തിലൂടെ ബന്ധപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ നിരവധി ഭക്ഷ്യശൃംഖലകൾ ചേർന്നാണ്
ഭക്ഷ്യജാലം അഥവാ ഫുഡ് വെബ് രൂപപ്പെടുന്നത്. പ്രകൃതിയിലെ ഓരോ ജീവിക്കും അതിൻ്റേതായ ഒരു സ്ഥാനമുണ്ട്. ഒരു ജീവിയെ നഷ്ടപ്പെട്ടാൽ ഈ സന്തുലിതാവസ്ഥ തകരാം. അതുകൊണ്ട് എല്ലാ ജീവികളെയും സംരക്ഷിക്കണം. Thank you for joining our magical adventure. More stories await. Subscribe and keep exploring. See you next time.